And finally, iOS 26.2.1 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പ് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേറ്റ് ഭയങ്കര ചെറിയ ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്കോട് നോക്കുമ്പോൾ മനസ്സിലാവും 838.9 MB ആണ് എൻ്റെ iPhone 17 തന്നെ ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും 1 GB താഴത്തായിരിക്കും ഈ ഒരു അപ്ഡേറ്റ് വരാനുള്ള ചാൻസ്. അതിൻ്റെ കൂടാതെ തന്നെ നിങ്ങൾ ഒഫീഷ്യൽ അപ്ഡേഷന് പകരം ബീറ്റ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ ഡിവൈസിൽ കാണാനുള്ള ചാൻസ് ഇല്ല. ഈ ഒരു അപ്ഡേറ്റ് വീഡിയോയിൽ നമുക്ക് iOSനെ ഫോക്കസ് ചെയ്ത് എല്ലാം നോക്കാം. സോ ഇതേപോലെ ആപ്പിൾ കോണ്ടൻസും ബാക്കി കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് ഒരു വലിയ കാര്യം തന്നെയാണ്. സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ദിസ് ഇസ് യു ബിൻ സേവിയ ആൻഡ് എവിക്ക. അടുത്തത് ഈ അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പറിന് സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിൽ നമുക്ക് ജനറൽ ഓപ്ഷൻ, എബൌട്ട്സ് ആൻഡ് iOS 26ൻ്റെ ഈ ഒരു വേർഷൻ നോക്കുമ്പോൾ iOS 26.2.1 23C71 എന്നാണ് ഈ ഒരു അപ്ഡേറ്റിൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് പുതിയ മോഡേൺ ഫോമിൻ്റെ അപ്ഡേറ്റും വരുന്നുണ്ട്. എന്തെങ്കിലും ടെക്നിക്കലായ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യാനും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. iOS 26ൻ്റെ ഈ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ ആപ്പിൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദിസ് അപ്ഡേറ്റ് പ്രൊവൈഡ്സ് സപ്പോർട്ട് ഫോർ AirTag സെക്കൻഡ് ജനറേഷൻ എന്ന്. യെസ്, ആപ്പിൾ പ്രസ് റിലീസിലൂടെ പുതിയ ഒരു AirTag ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ഫസ്റ്റ് ജനറേഷൻ AirTagനെ കാട്ടും കൂടെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് സെക്കൻഡ് ജനറേഷൻ AirTag ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള കണക്ടിവിറ്റിയും അതോടൊപ്പം ഫൈൻഡബിലിറ്റിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് നല്ല കുറച്ച് സൗണ്ടും കൂടെ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ജനറേഷൻ AirTagൽ സൗണ്ട് കുറവായിരുന്നു എന്നുള്ള കംപ്ലൈൻറ്റ് ഭയങ്കര രീതിയിലുള്ള പ്രശ്നമായിരുന്നു. സെക്കൻഡ് ജനറേഷനിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രശ്നം ആപ്പിൾ സോൾവ് ചെയ്താണ് സെക്കൻഡ് ജനറേഷൻ ആപ്പിൾ കൊണ്ടുവരുന്നത്. ആൻഡ് താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു AirTag സെയിം ഫസ്റ്റ് ജനറേഷൻ AirTagൻ്റെ അതേ സെയിം പ്രൈസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. ആൻഡ് ഫസ്റ്റ് ടൈം ഫോർ ദ ഇൻഡസ്ട്രി ലീഡിങ് ആയിട്ടുള്ള ആപ്പിൾ വാച്ച് സീരീസ് 9 ഓർ ലേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ AirTag ആപ്പിൾ വാച്ചിലൂടെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ ആപ്പിൾ പുതിയ ഒരു വാച്ച് ബാൻഡ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വാച്ച് ബാൻഡിൻ്റെ കൂടെ ആപ്പിൾ ഒരു വാച്ച് ഫേസോ അല്ലെങ്കിൽ പുതിയൊരു വാൾപേപ്പറോ റിലീസ് ചെയ്യാറുണ്ട്. അതാണ് ആപ്പിളിൻ്റെ പുതിയ യൂണിറ്റി വാൾപേപ്പർ അല്ലെങ്കിൽ യൂണിറ്റി ബാൻഡ് എന്ന് പറയുന്നത്. ഈ ഒരു ബാൻഡ് റിലീസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നേരത്തെ ഉണ്ടായ സെയിം വാച്ച് ഫേസ് തന്നെയാണ് ഇവിടെ പുതിയ ബാൻഡിന് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. എപ്പോഴും എല്ലാ കൊല്ലവും പുതിയ വാച്ച് ബാൻഡിൻ്റെ കൂടെ പുതിയ വാച്ച് ഫേസും പുതിയ വാൾപേപ്പറും കിട്ടും. പക്ഷേ ഈ ഒരു വട്ടം ആപ്പിൾ അതൊന്നും കൊണ്ടുവന്നിട്ടില്ല. മേ ബി ആപ്പിൾ വേറെ എന്തെങ്കിലും ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ഈ ഒരു വാച്ച് ബാൻഡ് $99 അല്ലെങ്കിൽ 9,500 rupeesന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഈ ഒരു വാച്ച് ബാൻഡ് ഇപ്പോൾ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അടുത്ത വരുന്ന മാറ്റവും ഇതേപോലെ അപ്ഡേറ്റിൻ്റെ ബാക്കി കാര്യമാണ്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ ക്രിയേറ്റീവ് സ്റ്റുഡിയോ എന്ന് കാണാൻ പറ്റും. ഈ ഒരു ക്രിയേറ്റീവ് സ്റ്റുഡിയോ 28ന് റിലീസ് ആവുമെന്നാണ് ആപ്പിൾ പറഞ്ഞിരിക്കുന്നത്. ആ ക്രിയേറ്റീവ് സ്റ്റുഡിയോയിൽ ഫൈനൽ കട്ട് പ്രോ, കംപ്രസർ, മോഷൻ, ഈ പറയുന്ന പേജസ് എന്നിങ്ങനെ കുറേയധികം ബണ്ടിൽസ് ഓഫ് ആപ്ലിക്കേഷൻ അവൈലബിൾ ആവും. ഈ ഓരോ ആപ്ലിക്കേഷനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഐക്കൺസും നിങ്ങൾക്ക് അവൈലബിൾ ആവും. അത് ക്രിയേറ്റീവ് സ്റ്റുഡിയോ ആപ്സ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഈ പറയുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻസും ആൻഡ് ആനുവലി സബ്സ്ക്രിപ്ഷൻസിലും എടുക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം നമ്മുടെ അപ്ഡേറ്റ് വീഡിയോയിൽ പറഞ്ഞു വെച്ചാൽ 28ന് ക്രിയേറ്റീവ് സ്റ്റുഡിയോ റിലീസ് ചെയ്തതിനാൽ മിക്കവാറും ആപ്പിൾ പുതിയ മാക് സീരീസും കൂടെ റിലീസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ എല്ലാ കാര്യങ്ങളും ഒറ്റൊരു അപ്ഡേറ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആവുമെങ്കിൽ ആ ഒരു കാര്യം മനസ്സിലാവട്ടെ എന്ന് വെച്ചാണ് ഞാൻ അപ്ഡേറ്റ് വീഡിയോയിലും ഈ ഒരു ഇൻഫർമേഷൻസ് നിങ്ങൾ പറഞ്ഞു തന്നത്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇത്രയും നേരം ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ ക്ലട്ടറിങ്ങോ ഇഷ്യൂസോ ആസ് ഓഫ് നൗ ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് ദിവസം യൂസ് ചെയ്താലാണ് പെർഫോമൻസിൽ എവിടെയെങ്കിലും ഹിക്കപ്പ് ഉണ്ടോ, എവിടെയെങ്കിലും സ്റ്റട്ടേഴ്സ് ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുക. നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും പ്രൊമോഷനും ബാക്കി കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ യൂസ് ആവുന്നുണ്ട്. നേരെ ആപ്പ് ലൈബ്രറി എടുക്കാം. ഈ ഒരു ഫ്ലോ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല സ്മൂത്തായിട്ടാണ് എല്ലാ ഫ്ലോയും അതോടൊപ്പം ഈ പറഞ്ഞ ആപ്പ് ട്രാക്സും പോകുന്നത്. വലിയ ക്ലട്ടറിംഗ് ഒന്നും എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പെർഫോമൻസ് ഇഷ്യൂ ബാക്കിയുണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇനി ബാറ്ററിയുടെ കാര്യം എന്ന് പറയുന്നത് നേരെ നമ്മുടെ ബാറ്ററി സെറ്റിങ്സ് എടുക്കാം. ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും 100% ആണ്.
155 സൈക്കിൾസ് ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ ബാറ്ററി ചാർജിങ്ങിൻ്റെ സെറ്റിങ്സ് വെച്ചിങ്ങനെ 90% ആണ്. ഓൾറെഡി ഞാൻ പറയാറുണ്ട് 90% ആണ് എൻ്റെ എല്ലാ റെക്കമെൻഡേഷൻസും വരാറ്. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ കൂടെ അല്ലെങ്കിൽ എവിടെ വെച്ച് എൻ്റെ ഫ്രണ്ട്സ് കണ്ടാലും ഞാൻ പറയുന്നത് 90% ബാറ്ററി ചാർജിങ് ലിമിറ്റ് സെറ്റ് ചെയ്യണം. കാരണം ഈ പറഞ്ഞ ബാറ്ററി ചാർജിങ് ലിമിറ്റ് 90 സെറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ചില സമയത്ത് 90% ചാർജിലിട്ടാലും 100% ബാറ്ററി ചാർജ് ചില സമയത്ത് കാണാറുണ്ട്. അത് വേറൊന്നുമല്ല, ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസ് ബാറ്ററി റീകാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് 100%ലേക്ക് പോകുന്നത്. ആൻഡ് നിങ്ങൾക്കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ബാറ്ററി യൂസേജിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഹോം സ്ക്രീനും ലോക്ക് സ്ക്രീനും വാട്സാപ്പും എല്ലാ കാര്യം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ബാറ്ററി എല്ലാ ദിവസവും ഒരു 20% വരെയൊക്കെ പോകാറാണ് പതിവ്. ആൻഡ് തേർമൽ കാര്യമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും ചോദിക്കാനുള്ള ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഫോൺ ചൂടാവുന്നുണ്ടോ, ഇവിടെ ചൂടാവുന്നുണ്ടോ, ഗെയിം കളിക്കുമ്പോൾ ചൂടാവുന്നുണ്ടോ, അങ്ങനെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. എൻ്റെ ഡിവൈസ് നോർമൽ യൂസ് ചെയ്യുമ്പോൾ, അതായത് ഈ പറയുന്ന വീഡിയോസ് കാണുമ്പോൾ പാട്ട് കേൾക്കുമ്പോൾ ഒന്നും എൻ്റെ ഡിവൈസ് ചൂടാവാറില്ല. അതിന് പകരം എൻ്റെ ഡിവൈസിൽ ഞാൻ ക്യാമറ ഉപയോഗിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഡിവൈസ് ചൂടാവാറുണ്ട്, ഗെയിം കളിക്കുമ്പോൾ എൻ്റെ ഡിവൈസ് ചൂടാവാറുണ്ട്. ഈ രണ്ട് സിനാരിയോയിലാണ് എൻ്റെ ഡിവൈസ് ഏറ്റവും കൂടുതൽ ചൂടാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാത്ത വേറെ ഒരു സിറ്റുവേഷനിലും ഫോൺ ചൂടായിട്ട് എനിക്ക് ഇത്രയും നാളായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കഴിഞ്ഞ അപ്ഡേറ്റിലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും അൺയൂഷ്വലായിട്ട്, അതായത് ഈ പറഞ്ഞ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴും ഡിവൈസ് ചൂടാവുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇറ്റ്സ് എ ബഗ്, അല്ലെങ്കിൽ അതൊരു പ്രശ്നമാണ്. അത് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് മോണിറ്റർ ചെയ്യുക. അതിനുശേഷം വേണ്ട നെസസറി സ്റ്റെപ്പ് എന്തായാലും നിങ്ങൾ എടുക്കുക. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ വന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ് എന്തൊക്കെ നോക്കാം. ഒഫീഷ്യലി ആപ്പിളിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ് പേജിൽ പോയിട്ടുണ്ട്. ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും iOS 26.2.1ലും iPadOS 26.2.1ലും ഒരു പുതിയ അപ്ഡേറ്റഡ് ആയ എൻട്രീസ് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് അപ്ഡേറ്റ്, അതായത് സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നല്ല, ആപ്പിൾ അതിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. താഴത്തേക്ക് നോക്കുമ്പോൾ iOS 18.7.4 ഉണ്ട്. പിന്നീട് നിങ്ങൾക്ക് താഴത്തേക്ക് പോകുമ്പോൾ കുറേയധികം പുതിയ അപ്ഡേറ്റ്സ് കാണാൻ പറ്റും. 16 കാണാൻ പറ്റും, 15 കാണാൻ പറ്റും. ആൻഡ് iOS 12 വരെ ഈ പറഞ്ഞ സെക്യൂരിറ്റി അപ്ഡേറ്റ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഇതിനൊന്നും ഒരു എൻട്രി ആപ്പിൾ കൊടുത്തിട്ടില്ല. നേരെ നമുക്ക് ഈ പറഞ്ഞ iOS 26 നോക്കുമ്പോൾ വേറെ ഒരു കാര്യം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു എൻട്രി ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു ആക്സസ് നിങ്ങൾക്ക് കിട്ടാത്തത്. പക്ഷെ ഞാൻ ഒന്നും കൂടെ പറയാം, ഈ ഒരു എൻട്രി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒന്നും ഇല്ല എന്നും നമുക്ക് തെളിയിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണോ എന്ന് ചോദിച്ചാൽ അഫ്കോഴ്സ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യണം എന്നാണ് പറയുക. ഓവർ ദ എയറിനെക്കാട്ടും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാറ് iTunes വഴി നമുക്ക് ഈ പറഞ്ഞ IPSW ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, പുതിയ ഡിവൈസ് ആണെങ്കിൽ പോലും ഫുൾ ഫ്ലെജ് നിങ്ങളുടെ ഫോൺ ഒരു വീഡിയോ എടുത്ത് വെക്കുക ബിഫോർ ആൻഡ് ആഫ്റ്റർ അപ്ഡേറ്റ്. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ കൊണ്ട് നിങ്ങൾ ഡിസ്പ്ലേ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ ചെയ്യാൻ പറ്റിയ ഒരേ ഒരു എവിഡൻസ് എന്ന് പറയുന്നത് വീഡിയോ ഫോമാറ്റാണ്. ആൻഡ് വേറെ ഡാമേജ് ഒന്നുമില്ല എന്നുള്ള കറക്റ്റ് വീഡിയോസ് വേണം എടുക്കാനായിട്ട്. ഇനി ഈ ഒരു അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ ഒഫീഷ്യൽ അപ്ഡേഷനും ബേറ്റാസും എന്നാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. iOS 26.3ൻ്റെ പുതിയ ബേറ്റ ആപ്പിൾ ഓൾറെഡി റിലീസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു ബേറ്റ യൂസർ ആണെങ്കിൽ ആ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം തന്നെ ഈ ഒരു ബേറ്റഡ് iOS 26.3ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ ഫെബ്രുവരിയിലായിരിക്കും നമുക്ക് മിക്കവാറും വരാൻ പോകുന്നത്. സെക്കൻഡ് വീക്ക് ഓഫ് ഫെബ്രുവരി ആയിരിക്കും ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേഷൻ വരാനുള്ള ചാൻസ്. അതിൻ്റെ കൂടാതെ തന്നെ iOS 26.4ൽ ആപ്പിളിൻ്റെ ഒരു Siri 2.0 നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി ലാസ്റ്റ് വീക്ക് ആകുമ്പോൾ iOS 26.4ൻ്റെ ആ ഒരു പുതിയ ബേറ്റയും കാണാം. ഒഫീഷ്യൽ അപ്ഡേഷൻ മിക്കവാറും മാർച്ച് അല്ലെങ്കിൽ ഏപ്രിലായിരിക്കും iOS 26.4ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷനും വരാനുള്ള ചാൻസ്. ഇതൊക്കെയാണ് നമ്മുടെ iOS 26.2.1ൻ്റെ പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഒരു കൊല്ലം നമുക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് അച്ചീവ് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ആപ്പിൾ റിലേറ്റഡ് കോണ്ടൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആൻഡ് ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പുതിയ അപ്ഡേറ്റ്സും ഇൻസ്റ്റഗ്രാമിലും അറിയാൻ പറ്റും. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Yebin Sevia signing from Evika.